കൊച്ചിയിൽ ആക്രിക്കടയിൽ പുലർച്ചെ വൻ തീപിടുത്തം 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കെട്ടിടത്തിന് ഫയർ NOC ഇല്ല എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. എന്നാൽ ആരോപണം കടയുടമ തള്ളി. ഒരു പതിറ്റാണ്ടിനിടെ കൊച്ചി നഗരത്തിലുണ്ടായ ഏറ്റവും വലിയ തീപിടുത്തമാണ് ഇന്ന് പുലർച്ചെ എറണാകുളം സൗത്ത് മേൽപ്പാലത്തിന് സമീപം ഉണ്ടായത്. സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് പുലർച്ചെ 2:30 തീ പടർന്നത്. കുട്ടിക്ക് സൗണ്ട് കേട്ടാണ് മകൻ പുറത്തോട്ട് ഇറക്കൊണ്ടുവന്ന് എന്നെയും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതിനകത്തേക്ക് ഇങ്ങനെ ആളി കത്താൻ തുടങ്ങി. വിഷപ്പുക ഉയർന്നതോടെ ആക്രിക്കടയ്ക്ക് സമീപമുള്ള കെട്ടിടങ്ങളിലെ താമസക്കാരെയും പോലീസ് സുരക്ഷിതമായി മാറ്റി. 15ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷം രാവിലെ 6:30ഓടെയാണ് തീ നിയന്ത്രണ വിധേയമായത്. തീപിടുത്തമുണ്ടായ ഗോഡൌണിന് ഫയർ NOC ഇല്ലായിരുന്നുവെന്ന് ഫയർ ഓഫീസർ. സാർ, ഈ കെട്ടിടത്തിന് ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നെന്ന് വല്ലതും അറിയാമോ? അതെല്ലാം കോർപ്പറേഷൻ വഴിയാണ് നോക്കേണ്ടത്. നിലവിൽ ഫയറിന്റെ ലൈസൻസ് ഒന്നും എടുത്തിട്ടില്ല. ഇല്ല. എന്നാൽ ഫയർഫോഴ്സ് ആരോപണം സ്ഥാപന ഉടമ G. രാജു തള്ളി. ഫയർ NOC ഇല്ലെന്നുള്ള അവർ പറഞ്ഞോട്ടെ, എനിക്കൊന്നും അവരോട് പറഞ്ഞ എൻ്റെ അടുത്ത് എല്ലാ സാധനമുണ്ട്. കാരണം ഞാൻ 20 കുറ്റിയേനെ ഇവിടെ ഉണ്ട്. കാണിച്ചു ഞാൻ ഇപ്പോൾ വേണം കാണിച്ചാൽ ഞാൻ ഇപ്പോൾ ഫില്ല് ചെയ്തിട്ട് കൂടി 2 മാസമായിട്ടില്ല. കെട്ടിടത്തിന്റെ മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ ഷോർട്ട് സർക്യൂട്ടായി തീ പടർന്നതാണോ എന്നും സംശയമുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനകളും നടക്കും. 15 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അപകട സമയത്ത് കെട്ടിടത്തിനുള്ളിൽ ഉറങ്ങുകയായിരുന്ന 8 തൊഴിലാളികളെ കൃത്യസമയത്ത് മാറ്റാൻ സാധിച്ചത് വലിയ ദുരന്തമാണ് ഒഴിവായത്. തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് കൊച്ചിയിലേക്ക് 2.5 മണിക്കൂറോളം ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു. 24 കൊച്ചി.